സോ ഹായ് ഐസ്, നമ്മുടെ ഈ വർഷത്തെ ഡിസൈൻ എൻട്രൻസ് എക്സാമിനേഷൻസ് NID പിടികൊടുത്തിരിക്കുകയാണ്. സോ ഈ കഴിഞ്ഞ 21st നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ എൻട്രൻസ് എക്സാമിനേഷൻ, അതായത് NID DAT പ്രിലിംസ്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും ഇക്കഴിഞ്ഞ NIDയുടെ പ്രിലിംസ് എക്സാമിനേഷനിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. എനിക്കൊന്നും എല്ലാ തവണത്തെ പോലെയും NID തവണയും നമുക്ക് നല്ല രീതിയിൽ പണിയൊക്കെ തന്നിട്ടുണ്ട്. സോ അതെ, യൂഷ്വലി NIDയിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണല്ലോ ഈ എക്സ്പെക്ട് ദി അൺഎക്സ്പെക്ടഡ് എന്നുള്ള സംഭവം. ഇത്തവണത്തെ ഒരു അൺഎക്സ്പെക്ടഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മാരക സർപ്രൈസ് ആയിരുന്നു. സ്റ്റുഡൻസ് ഞെട്ടിയിട്ടുണ്ട്, ഫാക്കൽറ്റീസ് സോ അതിന്റെ എല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ ഇതിൽ ചെയ്യുന്നത്. സോ വി ഹാവ് അൻഷൽ സർ വിത്ത് us, we have Sachin sir with us, and we are from Think Institute of Design. അൻഷൽ സാർ, എനിക്ക് തോന്നുന്നു സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എക്സ്പെക്ട് ദി അൺഎക്സ്പെക്ടഡ് അത് എനിക്ക് തോന്നുന്നു NID എല്ലാ തവണയും നമുക്ക് തരുന്നതാണ്. എല്ലാ തവണയും പല മാറ്റങ്ങളും കൊണ്ടുവരാറുണ്ട് NID. കഴിഞ്ഞ വർഷമാണെങ്കിലും നല്ല ചേഞ്ചസ് ഉണ്ടായിരുന്നു, പാറ്റേണിൽ ചേഞ്ചസ് ഉണ്ടായിരുന്നു. സോ ഇത്തവണയൊക്കെ നമ്മുടെ മൈൻഡിൽ ഒരു ചെറിയൊരു അസംഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ ആയിരിക്കും. ബട്ട് അതിലും വലിയൊരു ഞെട്ടലാണ് NID നമുക്ക് തന്നത്. അതെ, യൂഷ്വലി ഇപ്പം ഈ പറയുന്ന 75% 25% ആ രീതിയിലേക്കായിരിക്കും ഡ്രോയിങ്ങിന്റെയും ആപ്റ്റിറ്റ്യൂഡിന്റെ റേഷ്യോ ഒക്കെ വരിക. അപ്പോൾ പിള്ളേരൊക്കെ നമ്മൾ ഇവിടെ മോഡൽ എക്സാം നടത്തുമ്പോൾ 60% 40% ആയി കൊടുത്തിട്ടുണ്ട്, 20% 80% കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ഹിസ്റ്ററി തന്നെ ആദ്യമായിട്ട് അതെ ഡ്രോയിങ് മാത്രമായിട്ടുള്ളൊരു എക്സാമിനേഷൻ ആയിരുന്നു ഇത്തവണ NIDയുടേത്. ആപ്റ്റിറ്റ്യൂഡ് ഈസ് ഒറ്റ ക്വസ്റ്റ്യൻ പോലും ഇല്ലായിരുന്നു. എനിക്ക് ഒട്ടുമിക്ക സ്റ്റുഡൻസും ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ നല്ല രീതിയിൽ നോക്കിയിട്ടാണ് പോയത്. ഈ പറഞ്ഞ വെയിറ്റേജ് 30 മാർക്സിനൊക്കെ ആയിരുന്നു. കഴിഞ്ഞ വർഷം 25 മാർക്സ് ആയിരുന്നു. അപ്പം ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാതൊരു NID എക്സാമിനേഷൻ ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാതെ ഒരു BDS എക്സാമിനേഷൻസ് നടക്കുന്നത്. സോ അങ്ങനെ വല്ലാത്തൊരു സർപ്രൈസ് ആണ് NID തന്നത്. സ്റ്റുഡൻസ് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും. അപ്പോൾ പിള്ളേർ വിളിച്ചിട്ട് പറഞ്ഞാൽ ഒന്ന് രണ്ട് ഇപ്പൊ ആപ്റ്റിറ്റ്യൂഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികളൊക്കെ വരുന്നത് സാറേ കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് UCD മാത്രമേ ഉള്ളൂ പ്രതീക്ഷ എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ ആപ്റ്റിറ്റ്യൂഡ് വളരെ വീക്കായിട്ടുള്ള, ആപ്റ്റിറ്റ്യൂഡ് പഠിക്കാൻ നല്ല മടിയുള്ള കുട്ടികളൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ലോട്ടറി അടിച്ചു, ഫുള്ള് വരയ്ക്കാൻ മാത്രമായിരുന്നു. ഈവൻ ദോ ഇപ്പോൾ നമ്മൾ ഒരു ഇത്ര അവർ കൊടുക്കുമ്പം അവർ ആപ്റ്റിറ്റ്യൂഡും ഡ്രോയിങ്ങിനും കൂടിയിട്ടായിരിക്കില്ല അവർ വരിക. പക്ഷേ ഈ പറഞ്ഞ ഡ്രോയിങ് സെറ്റ് ഇത്രയും ഉള്ളത് കൊണ്ട് തന്നെ അവർ കുറച്ച് ഹെക്റ്റിക് ആയി എന്ന് പറഞ്ഞു. ഐ മീൻ ടൈം ബൗണ്ടിൽ വൃത്തിക്ക് തീർക്കാൻ പറ്റിയില്ല എന്നുള്ള ചെറിയ ചെറിയ ഇഷ്യൂസേ ഉള്ളൂ. പക്ഷേ ആവറേജിൽ എല്ലാവരും അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കൊന്ന് പലരും ഡ്രോയിങ് നേരത്തെ തീർത്തിട്ട് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ വെയിറ്റ് ചെയ്തവരുണ്ട്. അതെ അതെ, ഇടയ്ക്ക് കോൾ ചെയ്തപ്പോൾ പല ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ അതിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് ആദ്യം ഇനിഷ്യലി ഡ്രോയിങ് ക്വസ്റ്റ്യൻ മാത്രം കിട്ടി പോയോ എന്ന് അവർ വിചാരിച്ചു ഇനിയിപ്പം ഡ്രോയിങ് കഴിഞ്ഞിട്ട് ആപ്റ്റിറ്റ്യൂഡ് തരുമായിരിക്കും എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട്. പിന്നെ അവർ മാർക്ക് കൂട്ടി നോക്കി, അപ്പോഴാണ് മനസ്സിലായത് 100 മാർക്ക്. അപ്പൊ ഇനി പ്രത്യേകിച്ചും ചോദിക്കാനില്ല. സോ എനിക്കൊന്നു നമുക്കിനി ഓരോ ക്വസ്റ്റൻ ആയിട്ട് ഡീറ്റെയിൽ ഔട്ട് ചെയ്ത് തന്നെ പോവാം. നമ്മൾ പ്രധാനമായിട്ടും ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. ഡ്രോയിങ് മാത്രമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അത് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. സ്റ്റാർട്ട്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനകത്ത് ഈ പറയുന്ന ഒരു സ്റ്റോറി തന്നിട്ടുണ്ടായിരുന്നു. വൺസ് അപ്പോൺ എ ടൈം ഒരു ഗുരുവിന്റെ കഥയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ലക്ഷറി ആയിട്ടുള്ളൊരു ഗുരുവാണ്, റിച്ച് ക്ലാസ് ഗുരുവാണ്, ഹൈ ക്ലാസ് ഗുരു. അപ്പോൾ പുള്ളിക്കാരൻ കുറേ ഡിസിപ്ലിൻസ് ഒക്കെ ഉണ്ട് പുള്ളിക്കാരന്. അത് മാത്രമല്ല പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ നാടുകളൊക്കെ സന്ദർശിക്കാറുണ്ട്. സന്ദർശിക്കുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു പല്ലക്കിലാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്, വിത്ത് ഹിസ് ഡിസിപ്ലിൻസ്. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ ഒരു ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആളെ കാണാനിടയായി. അപ്പം ആളെ കഥയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഇഡിയറ്റ് എന്നുള്ള രീതിയിലാണ്. ആക്ച്വലി അത് റോങ് ആണേലും അങ്ങനെ നമ്മളൊരാളെ പ്രീജഡ്ജ് ചെയ്യാൻ പാടില്ല. പക്ഷേ ആളെ ഇന്നത് കഥയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഇഡിയറ്റ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇഡിയറ്റ് ആയിട്ടുള്ള ഒരാളിൽ ഗുരുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു എങ്ങനെ സ്വർഗത്തിൽ പോകാം. അപ്പം ഗുരുവിന് ഇഷ്ടപ്പെട്ടില്ല പുള്ളീനെ. അപ്പോൾ എന്നിട്ട് ഗുരു പറഞ്ഞു, സർക്കാസ്റ്റിക്കലി പറഞ്ഞു, നീ കുറച്ചു നേരം അവിടെ നിന്ന് കൈ പൊക്കി നിന്നോ, സ്വർഗത്തിൽ പൊക്കോളും എന്ന് പറഞ്ഞു. അപ്പം ഇയാൾ ഇത് വിശ്വസിച്ചിട്ട് കൈ പൊക്കാൻ തുടങ്ങി എന്നുള്ളതാണ് കഥയിൽ പറയുന്നത്. 12 വർഷത്തിന് ശേഷം ഗുരു പിന്നെയും ആ ഒരു സ്ഥലം റീവിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇദ്ദേഹം ഈ കൈ പൊക്കി തന്നെ പിടിച്ചു നിൽക്കുക. അപ്പോൾ ഈ ഗുരു അങ്ങ് വണ്ടടിച്ചു പോയില്ലേ, എൻ്റെ അമ്മ ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞാണ്, ഇവനത് സീരിയസ് ആയിട്ട് എടുത്തോ എന്നുള്ള രീതിയിൽ പോയി ചോദിച്ചപ്പോഴത്തേക്കും ഈ ഇഡിയറ്റ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞു, ഞാൻ ഇപ്പം തന്നെ സ്വർഗത്തിൽ പോവും, വേണമെങ്കിൽ ഞാനിപ്പോൾ തന്നെ പോകാൻ പോവാണ്, സോ നിങ്ങൾ എന്തായാലും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായി എന്നുള്ള രീതിയിൽ അങ്ങനെ ഗുരുവിനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പം അടുത്ത മൊമെന്റിൽ ഈ പറയുന്ന ഈ കൈ പൊക്കി പിടിച്ചിരുന്ന ഇഡിയറ്റ് ആയിട്ടുള്ള ഒരാൾ നേരെ ഉടലോടെ സ്വർഗത്തിൽ പോകാന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ലേ, അപ്പം അങ്ങനെ പോകാൻ വേണ്ടി പോകുന്നു. അപ്പം ഇത് കേൾക്കാത്ത പാടെ ഗുരു ചാടിക്കറി ഇയാളുടെ കാലിൽ കയറി പിടിക്കുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും ആകാശത്തിലേക്ക് മൺമറഞ്ഞു എന്നുള്ള രീതിയിലാണ്, ആകാശത്തിലേക്ക് മൺമറിയില്ലല്ലോ, ആകാശത്തിലേക്ക് പോയി എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന കഥ തീരുന്നത്. യൂഷ്വലി സ്ഥിരം ഒരു ഫേവറേറ്റ് ആണ് സ്റ്റോറി ഡ്രോയിങ് വരയ്ക്കാന്നുള്ളത്. യൂഷ്വലി സ്റ്റോറി ബോർഡായിട്ടാണ് തരാറ്. ബട്ട് ഇത്തവണ അത് 3 പേജ് അല്ലെങ്കിൽ കീ സിനാരിയോസ് എടുത്തിട്ട്
അത് സീൻ ഡ്രോയിങ് ആയിട്ട് വരയ്ക്കുക. അതായത് എനിക്കൊന്ന് സ്റ്റോറി ബോർഡ് സ്റ്റോറി ബോർഡ് പോലെ കൈൻഡ് ഓഫ് സീൻ ഡ്രോയിങ്. അതെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി ബോർഡ്. അതെ അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഓൾമോസ്റ്റ് തിങ്കിൽ തന്നെ നമ്മള് സ്റ്റോറി ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ സെഷൻസ് പോയിട്ടുണ്ട്. അതുപോലെ മോഡൽ എക്സാമിനേഷൻസ് ഒക്കെ തിങ്കിലെ സ്റ്റുഡൻസ് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്തിട്ടുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്റ്റോറി ബോർഡ് മാത്രമല്ല അവർക്ക് കൊമിക് സ്ട്രിപ്പും നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അങ്ങനെ ക്ലാസ്സുകൾ പോയിട്ട് അവർക്ക് ആ ഒരു വിഷ്വലൈസേഷൻ സംഭവം കിട്ടിയിട്ടുണ്ട്. യൂഷ്വലി എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ സ്റ്റോറി ബോർഡ് അല്ലെങ്കിൽ ഇത്തരം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഇപ്പൊ ഈ ഒരു കീ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഏകദേശം ആ ഒരു 3 ഫ്രെയിം കാണുമ്പോൾ തന്നെ മനസ്സിലാവണം, കഥയുടെ ഒരു കോർ മനസ്സിലാവണം. അതിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ ഒരു ബുദ്ധിമുട്ടാവും. മനുഷ്യ സാർ വളരെ ഡീറ്റെയിൽ ഔട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റോറി എക്സ്പ്രസ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. ഇതുപോലെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിട്ട് കിട്ടിയ. അതെ അതെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലേ? യെസ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫിഗർ ആണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫിഗർ നമുക്കൊരു 3 വേറൊരു യൂസ് കൊടുക്കുക എന്നുള്ളത്. ഓൾട്ടർനേറ്റീവ് യൂസ്. ഇതൊരു അപ്രോക്സിമേറ്റ് ഫിഗർ ആണ്. ഇത് തന്നെ ആയിരിക്കണമെന്നില്ല. സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അപ്രോക്സിമേറ്റ് എടുത്താൽ മതി. ഇത് എക്സാക്ട്ലി ഇത് തന്നെ ആണെന്ന് ഇല്ല. സോ ഇതിന്റെ ഒരു പിടിക്കാണ്ട് പിള്ളേരെ കൂടി ഇരുത്തി വരപ്പിച്ച ഒരു സാധനമാണ് ഇതിന്റെ. ഇത് വെച്ചിട്ട് ഒരു ഡിഫറെന്റ് യൂസസ് സെയിം ഒബ്ജക്ട് അതാണ് വരുന്നത്. ഇതും ഓൾട്ടർനേറ്റീവ് യൂസ് അല്ലെങ്കിൽ കൺവെൻഷണൽ അൺകൺവെൻഷണൽ യൂസസ് ഓഫ് ഒബ്ജക്ട്സ് അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതും ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. നമ്മൾ നേരത്തെ മോഡൽ എക്സാംസിനൊക്കെ 2 ഫിംഗർ കൊണ്ട് എടുക്കുന്ന ഒരു ഒബ്ജക്ട് എടുത്തിട്ട് അതിന്റെ 3 ഓൾട്ടർനേറ്റീവ് യൂസ് ഒക്കെ പിള്ളേർക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്കിപ്പോ ആണെങ്കിൽ എന്തോ ഹാങ്ങർ ആയിട്ട് ഉപയോഗിക്കാമോ, അല്ലെ ഇതിങ്ങനെ മറച്ച് വെച്ചിട്ട് 2 ഹാങ്ങർ ആയിട്ട് അപ്പുറം ഇപ്പുറം 2 ഹുക്കിലിടാം. പിന്നെ എന്താ ഇപ്പം ഇതിങ്ങനെ മറച്ച് വെച്ചിട്ട് ആണിയൊക്കെ അടിച്ചിട്ട് ഒരു സ്റ്റാൻഡ് ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരു ഐഡിയ വരും. പക്ഷെ അങ്ങനത്തെ ഐഡിയ അല്ലാണ്ട് കുറച്ചും കൂടി ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ചുകൂടി ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള ഐഡിയാസ് ഒക്കെ പോകുമ്പോഴായിരിക്കും ആ ക്വസ്റ്റിന് കുറച്ചുകൂടി ഒരു വെയിറ്റേജ് കിട്ടും. ഓക്കെ സോ തേർഡ് ക്വസ്റ്റ്യൻ അത് എനിക്കൊന്ന് സോളാർ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് ഒരു കമ്പൈൻഡ്, അതായത് യൂഷ്വലി 2 വർഷമായിട്ടാണ് NID സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് അതിന് മുന്നത്തെ വർഷമാണെങ്കിൽ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. ബട്ട് ഒരു ക്വസ്റ്റ്യൻ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് പാറ്റേൺ ഒരു 2 years ആയിട്ടാണ് NID കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇത്തവണ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതും. സോ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷവും സെയിം കൈൻഡ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു പാസേജ് തന്നിട്ട് ആ പാസേജ് എന്താണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എഴുതുക, അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എനിക്കൊന്നും അതുപോലെ അല്ലെങ്കിലും അതിന് ക്വൈറ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഇപ്പോൾ ഒരു പാസേജ് വന്നിട്ടുണ്ട്. അതിനകത്ത് സോളാർ പാനൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സോളാർ പാനൽ നമ്മുടെ കാർബൺ എമിഷൻ കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഇലക്ട്രിസിറ്റി ഉപയോഗം അത് കുഴപ്പമില്ല. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നും അല്ലാണ്ട് ഇപ്പം ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുമ്പോഴാണ് കുറച്ചും കൂടി എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി എന്ന് പറയുന്നുണ്ട് ഒന്ന്. പിന്നെ വേറൊരു കാര്യം, ഈ സോളാർ പാനൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലിഥിയം പാനൽസ് ആണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ലിഥിയത്തിന്റെ ഒരു എന്താ പറയുക മൈനിങ് അത് എൻവയോൺമെന്റലി ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് മനസ്സിലായ കാര്യം എവരി കോയിൻ ഹാസ് 2 sides എന്ന് പറയില്ലേ. സോളാർ പാനൽ നല്ലതുമാണ്, എന്നാൽ സോളാർ പാനൽ കുഴിച്ചെടുത്താൽ മോശവുമാണ്. അപ്പം ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു 3 സോഷ്യൽ മീഡിയ പോസ്റ്റ് റെഡിയാക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. പ്ലസ് അതിനോടനുബന്ധിച്ചിട്ട് ഈ ഒരു പാസേജിൽ നിന്ന് അവരെന്താണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. സാർ പറഞ്ഞ സെയിം കൺസെപ്റ്റ് അത്യാവശ്യം നൈസ് കൺസെപ്റ്റ് ആണ്. എനിക്കൊന്ന് സ്റ്റുഡൻസും ഇതുപോലെയുള്ള നൈസ് കൺസെപ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ചില കുട്ടികളെ സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്ന് പറഞ്ഞത്, അപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് വരയ്ക്കും അല്ല 3 ഇൻസ്റ്റാഗ്രാം 3 ഇത്. പക്ഷെ ഒരു കുട്ടി ഒരു യൂട്യൂബ്, അതുപോലെ തന്നെ ഒരു ട്വിറ്റർ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം. അപ്പോൾ 3 ഫോർമാറ്റിലുള്ള, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിനൊക്കെ ആണല്ലോ ഓരോ റേഷ്യോ ഉണ്ടല്ലോ. അപ്പോൾ 3 റേഷ്യോയിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതും നല്ലൊരു അപ്രോച്ചാണ്. എനിക്കൊന്ന് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ഓറിയന്റ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കുറച്ച് വെറൈറ്റി ആയിട്ട് നിന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ. സാധാരണ നമുക്ക് ബേസിക് ഡയറക്ട്ലി ഒരു പോസ്റ്റർ ഡിസൈനോ അല്ലെങ്കിൽ ലോഗോ ഡിസൈനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ബട്ട് അതിൽ നിന്ന് കുറച്ചും കൂടെ ഒരു സോഷ്യൽ എംഡസിനൊക്കെ ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പക്ഷെ ഇത് കുറച്ചുകൂടി 2D കോമ്പോസിഷന്റെ നമ്മളിവിടെ ഓൾറെഡി പോയ സിലബസിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പോലെ നമുക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ. യെസ്, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ചൈൽഡ്ഹുഡിനെ നറിഷ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സ്കൂൾ ബസ്സിലൊക്കെ പോയ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ ബസ്സിന്റെ റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. സ്കൂൾ ബസ് പെട്ടെന്ന് എന്തായി ബ്രേക്ക് പിടിച്ചു. സ്കൂൾ ബസ്സല്ല, ഡ്രൈവർ ബ്രേക്ക് പിടിക്കുന്നു. അപ്പോൾ ഈ സ്കൂൾ ബസ്സിലുള്ള കുട്ടികൾ ഓൾറെഡി നമ്മളൊരു സ്കൂൾ ബസ് പറയുമ്പോൾ ഫുള്ള് കുത്തി നിറച്ചൊക്കെ ആയിരിക്കും പിള്ളേരെ കൊണ്ടുപോകണം. അങ്ങനെ പക്ക സീറ്റഡ് ആയിട്ടൊന്നും ആവില്ല. അപ്പോൾ ആ സീനിറ്റിയൊക്കെ കുട്ടികൾ കൺസിഡർ ചെയ്യണം സീരിയസ്ലി. അപ്പോൾ ഇതിനകത്ത് കുട്ടികൾ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവർ ഡാമേജ് ആവാത്ത രീതിയിലുള്ള, ഇഞ്ചുറി വരാത്ത രീതിയിലുള്ള ഒരു 3 ഐഡിയാസ്. അതെ, ഇത് നമ്മുടെ ഇപ്പോൾ ഏതൊരു ടോപ്പിക്കിന്റെ ഭാഗമായിട്ടായിരിക്കും വരുന്നുണ്ടാവുക? ഇതെനിക്കൊന്നു യൂഷ്വലി ഒരു പെർട്ടിക്കുലർ യൂസറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ
സർട്ടൻ ഒബ്സർവേഷനും കൂടെ റിലേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് അതെ അതെ ഒബ്സർവേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ സാർ നേരത്തെ പറഞ്ഞു നമ്മുടെ ക്രിയേറ്റീവ് childhood സൊല്യൂഷൻ എല്ലാവരും സ്കൂൾ അതെ. ബസ്സിൽ എന്താണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കും, അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അതെ. ആൾക്കാരായിരിക്കും, ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ ആ ഒരു പെർട്ടിക്കുലർ ഡെയിലി ലൈഫ് യൂസ് ടു ആയിട്ടുള്ള ഒരു സിനാരിയോയിൽ വരുന്ന ഒരു പ്രോബ്ലം എങ്ങനെ അവർ സോൾവ് ചെയ്യുന്നു, അതെ അതെ അത് എക്സാക്ട്ലി ഒരു പ്രോബ്ലം സോൾവിംഗ് കൈൻഡ് ഓഫ് ക്വസ്റ്റൻ തന്നെയാണ് ക്രിയേറ്റീവ് സൊല്യൂഷൻ സൊല്യൂഷൻ. അപ്പൊ ഇതിനകത്ത് കുറച്ചൊരു ഫോം ഇൻഡ്യൂസ്ഡ് ആണ്, അതെ, അധികം ഓവർ ടെക്കിന്റെ ആവശ്യമൊന്നുമില്ല. കുറച്ചും കൂടെ എനിക്കൊന്നു ഇവിടെ ആ ഒരു സർട്ടൻ പ്രോഡക്റ്റിനെ കുറച്ചൊരു പ്രാധാന്യം കൂടെ വരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതെ. അപ്പൊ ഇതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് കൺവെൻഷണൽ സീറ്റ് ബെൽറ്റ് അല്ലാത്ത ബാക്കി എന്തോ. അപ്പൊ ചില ആൾക്കാർ വീഗാലാൻഡിലൊക്കെ നമ്മളിങ്ങനെ റൈഡിനൊക്കെ പോകണം, ഇങ്ങനെയുള്ള സീറ്റ് ബെൽറ്റ് ഇല്ലേ അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതും ഈ പറഞ്ഞ സീറ്റ് ബെൽറ്റിന്റെ സിമിലർ പർപ്പസാ. അല്ലാതെ ചില കുട്ടികളൊക്കെ ഞാൻ ചോദിച്ചതിനകത്ത് ചില കുട്ടികളാണ് പുഷ് ബാക്ക് സീറ്റ്, സ്കൂൾ ബസ്സിന്റെ പുഷ് ബാക്ക് സീറ്റ്. അപ്പം എന്തായാലും കുറച്ച് ഗ്രാവിറ്റി താഴത്തേക്ക് പുള്ളി ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ എന്നാലും ഒരു കുറച്ചുകൂടെ കുറവ് കിട്ടുമല്ലോ. അപ്പൊ എന്നിട്ട് അതിന്റെ മേളിൽ എന്തോ ഇങ്ങനെ എയർ ബാഗ് പോലുള്ള സാധനമൊക്കെ കൊടുത്തിട്ട് അങ്ങനെയുള്ള സംഭവം. പിന്നെ എന്താ അങ്ങനെയുള്ള കുറച്ച് ഐഡിയാസ്, 3 ഐഡിയാസ് അല്ലേ, 3 ഡിഫറെന്റ് ഐഡിയ കൊടുക്കാനാണ് പറയുന്നത്. പിന്നെ ഡിഫറെന്റ് ഐഡിയ എന്ന് പറയുമ്പോൾ ഒരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഒരെണ്ണം ക്രിയേറ്റീവ് ആവാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഡൈനാമിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫാന്റസി റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയ ആവാം, നടക്കാത്തൊരു ഐഡിയ ആവാം. അങ്ങനെ 3 കൊടുക്കാം അല്ലേ? അതെ, പല രീതിയിലും ഇപ്പം സാധാരണ അതായത് ആക്ച്വലി നടക്കുന്ന തന്നെ വേണമെന്ന് ഒരു നിർബന്ധം ഇല്ലാന്ന് തോന്നുന്നു. ബട്ട് ഇറ്റ് ഡിപ്പെൻസ്. കാര്യം ഈ വാലുവേറ്റ് ചെയ്യുന്ന ആളുടെ ഒരു മനസ്സ് പോലെ ഇരിക്കും അതിന്റെ മാർക്സിന്റെ കാര്യങ്ങളൊക്കെ. ഡിസൈൻ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും പെർസ്പെക്റ്റീവ് ആണല്ലേ. ഇപ്പൊ എന്റെ ഡിസൈൻ സാറിന് ഇഷ്ടമാവുന്നില്ല, സാറിന്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടമാവുന്നില്ല, എനിക്ക് ഇഷ്ടാവൂട്ടോ. യെസ്. അടുത്തത് നമുക്ക് ഇനി അടുത്ത് ഡ്രോ യുവർ ഹാൻഡ് ടിൽ ദ റിസ്റ്റ് വരെ വരയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ക്വസ്റ്റിനകത്ത്. ചില കുട്ടികൾ ഈ ഹാൻഡ് എന്ന് പറയുമ്പോൾ ഇവര് പാം മാത്രം എടുക്കും. അതുകൊണ്ടാണ് ക്വസ്റ്റിനിൽ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ഹാൻഡ് മുഴുവൻ അപ് ടു യുവർ റിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കമ്പൈൻ എനി ഓഫ് ദി ഒബ്ജക്ട്സ് ഓഫ് യുവർ ചോയ്സ് ഗിവൺ ബിലോ വിൽ ഹാവ് എ സിംബോളിക് മീനിങ്. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് കുറച്ച് 3 തന്നിട്ടുണ്ട്. ഒന്ന് ഹാമർ, പിന്നെ റോപ്പ്, മൗസ്. ഇതും നമ്മുടെ കൈയും കൂടി മിക്സ് ചെയ്തിട്ടൊരു സിംബോളിക് റെപ്രസെന്റേഷൻ, ഒരു മിനിമൽ റെപ്രസെന്റേഷൻ ആയിരിക്കും അല്ലേ? അതെ, എനിക്കൊന്നു മുൻപ് എന്നെ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിയർ, അതെ അതെ, സെയിം സിമിലർ സ്പൈറൽ ബുക്കിലുണ്ടായിരുന്നു. അതെ അതെ അതെ, അതൊരിക്കലും ഓൾമോസ്റ്റ് സ്റ്റുഡൻസ് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് സിമിലർ കൈൻഡ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. അതെ, സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ബൾബ് അതുപോലെ തന്നെ ഒരു പിയർ, ഇത് രണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ കാണിച്ചാണ്. അപ്പോഴത്തേക്കും ബൾബും പിയറും തമ്മിൽ ഓൾമോസ്റ്റ് ഒരേ ഷേപ്പാണ്. അപ്പൊ നമ്മൾ കമ്പൈൻ ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. പക്ഷെ കമ്പൈൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും അവിടെ കൊടുത്ത ക്യാപ്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് ഈറ്റ് റൈറ്റ്, തിങ്ക് ബ്രൈറ്റ്, നല്ലത് കഴിക്കൂ, നല്ലത് ചിന്തിക്കൂ. അപ്പൊ അവിടെ ക്യാപ്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ ഈ ക്വസ്റ്റിലും എനിക്ക് തോന്നുന്നു ക്യാപ്ഷൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു അതിന് ആ ഡിസ്ക്രിപ്ഷനും ഒരു സെപ്പറേറ്റ് മാർക്സ് ഉറപ്പായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ അത് എക്സ്പ്ലെയിൻ ചെയ്യണം, കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന് അത്യാവശ്യം മാർക്ക് വെയിറ്റേജ് ഉണ്ട് താനും. അതെ അതെ. സോ അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് എത്താണ്ട് തന്നെ എക്സാമിനേഷനിൽ പൊതുവെ എല്ലാ സ്റ്റുഡൻസും പറഞ്ഞൊരു കംപ്ലൈന്റ് അല്ല, ഒരു കൺസേൺ ആണ്. കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പം ചിലവർക്ക് അത് കംപ്ലീറ്റ് ആക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല എന്ന് ചിലർ പറയുന്നുണ്ടായിരുന്നു. എല്ലാ ഈ സബ് ക്വസ്റ്റ്യൻസ് അല്ല, ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനിലും എന്തെങ്കിലുമൊക്കെ ഒരു റൈറ്റപ്പ് എഴുതാനായിട്ടുണ്ടായിരുന്നു ഇതാണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിലൊക്കെ അത് അറ്റൻഡ് ചെയ്തു എന്ന് തന്നെയാണ് കരുതുന്നത്. സോ എനിക്കൊന്ന് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. മൊത്തം 6 ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ അടുത്തത് എനിക്കൊന്ന് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അത് പ്രോഡക്റ്റ് ഡിസൈനിൽ തന്നെ ഒരു യൂസർ പെർസ്പെക്റ്റീവില്, ഡിഫറെന്റ് യൂസർ പെർസ്പെക്റ്റീവില് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. NITയുടെ ഒരു ഫേവറേറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്. കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു, അതിന് മുന്നത്തെ വർഷം ഉണ്ടായിരുന്നു. ഒരു പൈപ്പ് നമുക്ക് ക്വസ്റ്റ്യൻ എന്തായാലും നോക്കാം. അതായത് ഒരു വാട്ടർ ബോട്ടിൽ ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. ബട്ട് 3 സിനാരിയോസ് അവർ പറയുന്നുണ്ട്. അതായത് ഒരു ഹോസ്പിറ്റൽ ടേബിളിൽ വെക്കാനായിട്ട്, ഒരു റെസ്റ്റോറന്റ് ടേബിളിന്, ദെൻ ഒരു ലിവിംഗ് റൂമിൽ. ഈ ഒരു 3 സിനാരിയോസും കൺസിഡർ ചെയ്തിട്ട് ഒരു വാട്ടർ ബോട്ടിൽ ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. ഇവിടെ സിനാരിയോ തന്നിട്ടാണ് അവർ ഡിസൈൻ പറയുന്നത്. മറ്റത് കുറച്ചും കൂടെ യൂസർ പെർസ്പെക്റ്റീവ് ആയിരുന്നു മുൻപ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മള് ഓൾറെഡി ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ മോഡൽ എക്സാമിനേഷൻ. അതായത് ഒരു ബാസ്ക്കറ്റ് കൊടുത്തിട്ട് ഈ പറഞ്ഞ ബാസ്ക്കറ്റ് ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെ ഉപയോഗിക്കും, പിന്നെ ഒരു നഴ്സറി സ്കൂളിൽ കുട്ടികൾ ഉപയോഗിക്കും, കിൻഡർ ഗാർഡനിൽ എങ്ങനെ ഉപയോഗിക്കും, പിന്നെ ഒരു പബ്ലിക് പാർക്കിൽ എങ്ങനെ ഉപയോഗിക്കുന്നു. ഒരു വേസ്റ്റ് വാട്ടറുടെ ഷേപ്പ് കൊടുത്തായിരുന്നു അവിടെ. പക്ഷെ ഇതിനകത്ത് നേരെ വാട്ടർ ബോട്ടിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഷേപ്പ് കൊടുത്തില്ല. അപ്പൊ നമുക്ക് ഏത് രീതിയിലും കുട്ടികൾക്ക് ആ വാട്ടർ. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി കുട്ടികൾ എടുത്തുകൊണ്ട് കുറച്ചും കൂടി ഒരു ഇൻസ്പിറേഷൻ കിട്ടും, ഈസി ആയിരിക്കും. അതെ. അപ്പം ഒരു റെസ്റ്റോറന്റിൽ വെക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു വാട്ടർ ബോട്ടിൽ എല്ലാവർക്കും പെട്ടെന്ന്
അങ്ങനെ ഇങ്ങനെ Access തുറക്കാനൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ സിനറി മാറ്റി മാറ്റി ആ ഒരു ബോട്ടിലിനെ സ്പെസിഫൈ ചെയ്തിട്ട് ചെയ്യാം. ഇവൻ എനിക്ക് ഒരു ഡിസൈൻ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ എസ്തെറ്റിക് കാര്യങ്ങൾക്ക് അവർ ചിലപ്പം ഓരോ സിനാരിയോ അനുസരിച്ചിട്ടും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാം. നിങ്ങൾ എങ്ങനെയാണ് അത്തരം ഡിസൈൻ പെർസ്പെക്റ്റീവും കൂടെ നോക്കുന്നത് എന്നുള്ളത് ഉറപ്പായിട്ട് അവർ എന്തായാലും നോക്കുമായിരിക്കും. റെസ്റ്റോറന്റ് കുറച്ച് ഫാൻസി ആയിരിക്കാം. സോ ഇതാണ് NID ഈ വർഷത്തെ 6 ക്വസ്റ്റ്യൻസ്. ആപ്റ്റിറ്റ്യൂഡ് ഒന്നും ഇല്ല. സോ പ്യുവർലി ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു. എല്ലാവരും ഞെട്ടിയിട്ടുണ്ട് തന്നെയാണ് നിങ്ങൾ കരുതുന്നത്, ഞങ്ങളെപ്പോലെ തന്നെ. സോ ഇവാലുവേഷൻ കംപ്ലീറ്റ്ലി ഒരു ഡ്രോയിങ് ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമിനേഷൻ എന്നുള്ള രീതി തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു അല്ലേ കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ എക്സാമ്പിൾസ് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത്. പക്ഷേ എന്തായാലും നിങ്ങൾ എന്തായാലും എഴുതിയ ആൾക്കാരല്ലേ, അപ്പോൾ എഴുതിയ ആൾക്കാർ കമന്റ് ചെയ്യട്ടെ. അതെ, ഓരോ ക്വസ്റ്റ്യൻ അവർ നിങ്ങൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഴുതിയത്, നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മയുള്ള ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിലേക്ക് ഇടാം. അതെ, ഇൻട്രസ്റ്റിംഗ് ഐഡിയാസിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അതെ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡിലുള്ള സങ്കടം നിങ്ങൾക്ക് ഇനി UCD എക്സാമിനേഷനും നെഫ്റ്റ് എക്സാമിനേഷനും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതിലൊക്കെ മലവെള്ളം പോലെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ലോജിക്കൽ ക്വസ്റ്റ്യൻസും ലാംഗ്വേജ് ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. അതെ, NIDക്ക് മാത്രമേ ഉള്ളൂ എക്സ്പെക്ട് ദി അൺഎക്സ്പെക്ടഡ്. UCDനോ നിഫ്റ്റിനൊന്നും ഒരു സർപ്രൈസ് അങ്ങനെ അധികം തരാറൊന്നുമില്ല. അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് പഠിച്ച് വേസ്റ്റ് ആയി പോകുന്നൊന്നും ആരും വിചാരിക്കണ്ട. അതെല്ലാം നമുക്ക് UCDയിലേക്ക് അപ്ലൈ ആവുന്നതാണ്. ആപ്റ്റിറ്റ്യൂഡിലൊക്കെ ഇടലങ്ങൾ ആരും വിഷമിക്കേണ്ട, വരുന്നുണ്ട് എക്സാമിനേഷൻസ് ഒക്കെ. സോ NID എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ അതിന്റെ ടെൻഷനൊക്കെ അങ്ങ് മാറ്റി വെക്കുക. ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷനൊക്കെ അങ്ങ് മാറ്റി വെക്കുക. ഇനി നമുക്ക് UCD ഉണ്ട്, നിഫ്റ്റ് ഉണ്ട്, JEE ഉണ്ട്, നാറ്റ എക്സാമിനേഷൻ ഉണ്ട്. സോ ഇതിനൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കാനായിട്ട് തിങ്കിന്റെ വക നമ്മൾ കോഴ്സസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. UCD നോക്കുന്നവർക്ക് റാപ്പിഡ് എക്സും നിഫ്റ്റ് നോക്കുന്നവർക്ക് XLR കോഴ്സും കൂടാതെ നമ്മൾ യൂസിന്റെ മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. സ്കോളർഷിപ്പ് എക്സാമിനേഷൻസ് ഒക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാവരും അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. യെസ്, അപ്പൊ എന്തായാലും NID കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു UCD നമുക്ക് ഇതുപോലെ ഇരുത്തം ഒന്നുകൂടി ഇരിക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതുവരേക്കും ബൈ.